ഞാൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നത് താങ്കളുടെ കൈവശത്തിലുള്ള രേഖകൾ ഈ കേന്ദ്ര ഗവൺമെന്റിലേക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ള രേഖകൾ ഇതാണ്, ഞങ്ങൾ രേഖകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ എന്തിനാണ് പുകമറയിൽ നിർത്തുന്നത്? കേന്ദ്ര ഗവൺമെന്റിനെ എന്തിനാണ് കുറ്റപ്പെടുത്താനുള്ള പുകമറയിലേക്ക് കൊണ്ടുവരുന്നത്? നിങ്ങൾ അതിന് പകരം ചെയ്യേണ്ടത് ഞങ്ങൾ ഇന്ന ജില്ലയിലെ ഇന്ന സ്ഥലം കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന സ്ഥലത്ത് പ്രഖ്യാപിക്കണമായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ പ്രോജക്ട് വർക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥല ലഭ്യത ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. നമ്മളൊക്കെ സാധാരണ നിലയിൽ എയിംസുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം കോഴിക്കോട് എയിംസിനായി സർക്കാർ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതുമാണ്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷവും ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആവർത്തിക്കുന്നത് കേരളം ഭൂമി കണ്ടെത്തിയിട്ടേയില്ല, അതുകൊണ്ടാണ് ഈ നിലയിൽ ഒരു വൈകൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് എയിംസ് വരും എന്ന് കേരളത്തിലെ LDF സർക്കാരിന്റെ വാക്ക് വിശ്വസിച്ചിരുന്ന ജനങ്ങളെ നിങ്ങൾ പറ്റിക്കുകയായിരുന്നോ? BJP പറയുന്നതനുസരിച്ച് നിങ്ങൾ അങ്ങനെ ഒരു ഭൂമിയെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സർക്കാർ എന്നാണ് കേട്ടോ, സർക്കാർ അങ്ങനെ ഒരു ഭൂമിയെ ഏറ്റെടുത്തിട്ടില്ല എന്നതാണ്. അല്ല, ഈ നുണകൾ പറയുന്നതിനും വ്യാജ പ്രസ്താവനകൾ നടത്തുന്നതിനും ഒരു പ്രയാസവും ഇല്ലാത്തവരാണ് BJPയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ എന്നുള്ളത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണല്ലോ. അങ്ങനെ ഏത് വിഷയത്തിലായാലും അവർക്ക് പ്രയാസം ഉണ്ടാവാറില്ലല്ലോ. ഇത് കാണേണ്ടത് BJP നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമല്ലല്ലോ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് കേരളത്തിൽ എയിംസിന് വേണ്ടിയിട്ടുള്ള ആലോചനകൾ ആരംഭിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ 2006-11 കാലത്തെ VS ഗവൺമെന്റിന്റെ കാലത്തെ ആരംഭിക്കുന്നു. രണ്ടാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കേന്ദ്ര സർക്കാരിൽ നിന്ന് അതിന് അനുകൂലമായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നു. അന്ന് കേരളത്തിൽ UDF ഗവൺമെന്റാണ്. PS ഗവൺമെന്റിന് ശേഷം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിനുള്ള എയിംസിന് വേണ്ടിയിട്ടുള്ള അനുകൂല നടപടികളിലേക്ക് വരുമ്പോൾ അന്ന് തന്നെ കേന്ദ്ര സർക്കാരിന് അന്നത്തെ UDF ഗവൺമെന്റ് 3 സ്ഥലങ്ങൾ നിർദ്ദേശിച്ചു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെയും അതുപോലെ മെഡിക്കൽ കൗൺസിലിന്റെയും ആളുകൾ വന്ന് പരിശോധിച്ചു. കോഴിക്കോട് ജില്ലയിലെ കിനാലൂരാണ് അവർ ആ 3 സ്ഥലങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്തത്, കുറെ കൂടി സ്യൂട്ടബിൾ ആണ്, അനുയോജ്യമാണ് എന്ന് നിർദ്ദേശിച്ചത്. ആ നടപടികൾ തീരുമ്പോഴേക്കും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. 2016 പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. മുൻ ഗവൺമെന്റുകളുടെ കാലത്ത് ആരംഭിച്ചിട്ടുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോഴേക്കും കേന്ദ്രത്തിലും അധികാരം മാറി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് വന്നിരുന്നു. നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും കേന്ദ്രത്തിൽ നിന്ന് കത്ത് വന്നു. കേരളത്തിലെ മുൻ സ്റ്റേറ്റ് ഗവൺമെന്റ് അന്ന് പ്രപ്പോസ് ചെയ്ത കിനാനൂരിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞങ്ങൾ ഒരു സംശയവുമില്ലാതെ കേന്ദ്രത്തിന് മറുപടി നൽകി അവിടെ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. കാരണം പുതിയ ഗവൺമെന്റ് മാറിയെങ്കിലും വീണ്ടും സ്ഥലം മാറ്റം പറഞ്ഞാൽ, ജില്ലകൾ മാറാൻ അല്ലെങ്കിൽ ആ സൈറ്റ് മാറാൻ നിർദ്ദേശിച്ചാൽ വീണ്ടും മെഡിക്കൽ കൗൺസിൽ വരണം, വീണ്ടും മറ്റാളുകൾ വരണം, പരിശോധനകൾ നീണ്ടുപോയി കാലതാമസം കേരളത്തിനുണ്ടാകരുത്. അതുകൊണ്ട് മലബാറിന്റെ ഒരു പിന്നോക്കാവസ്ഥയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കിനാനൂരിൽ, കോഴിക്കോട് ജില്ലയിലെ കിനാനൂരിൽ അവിടെ വ്യവസായ വകുപ്പിന്റെ കിൻഫ്രയുടെ കയ്യിലുണ്ടായിരുന്ന 150 ഏക്കർ ഭൂമി അവർക്ക് കൈമാറാൻ തീരുമാനിച്ചു. അത് കേന്ദ്രത്തിനെ രേഖാമൂലം അറിയിച്ചു. അവർ വന്ന് പരിശോധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലം മതി എന്ന് അവർ ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മന്ത്രിസഭ, 1ാം പിണറായി ഗവൺമെന്റ് തീരുമാനമെടുത്ത് വ്യവസായ വകുപ്പിന്റെ കിൻഫ്രയുടെ കയ്യിലുള്ള 150 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഈ എയിംസിന് വേണ്ടി ആരോഗ്യ വകുപ്പിന് കൈമാറാൻ തീരുമാനിച്ചു. ഈ നടപടികളെല്ലാം കേരളത്തിലുള്ളതാണ്, നടന്നതാണ്. കൃഷ്ണദാസിന് ഉൾപ്പെടെ ആർക്കും ലഭിക്കുന്ന രേഖകളാണ്. എന്നിട്ട് കൃഷ്ണദാസ് ഇവിടെ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന് വരെ ഒരു ജില്ല പറഞ്ഞിട്ടുണ്ടോ, ഒരു പ്രദേശം വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി കഴിയുന്നത്? അങ്ങനെയൊക്കെ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ആളുകൾ വന്ന്, കേന്ദ്ര സർക്കാരിന്റെ ആളുകൾ വന്ന് പരിശോധിച്ച് അങ്ങനെയല്ലേ ആരോഗ്യ മന്ത്രാലയം അത് ഇൻ പ്രിൻസിപ്പിൾ അംഗീകരിക്കുന്നത്? ഒരു ജില്ല പറയാത്ത, ഒരു സൈറ്റ് പറയാത്ത, ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാത്ത ഒരു സ്ഥലത്ത് എയിംസ് അനുവദിക്കാം എന്ന് ഇൻ പ്രിൻസിപ്പിൾ തത്വത്തിൽ നിങ്ങളുടെ കേന്ദ്ര സർക്കാരിന്റെ മന്ത്രാലയങ്ങൾ അംഗീകാരം കൊടുക്കുമോ? നിങ്ങൾ ആരോടായി ഈ പൊട്ടനാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? വെറും ശൂന്യതയിൽ ഒരു എയിംസിന് വേണ്ടി ഇൻ പ്രിൻസിപ്പിൾ അംഗീകാരം കൊടുക്കുമോ? ഇൻ പ്രിൻസിപ്പിൾ അംഗീകാരം വന്നതെന്നുകൊണ്ട് ആരോഗ്യ മന്ത്രാലയത്തിന്റെ അവർക്ക് ആ സ്ഥലമെല്ലാം അനുയോജ്യമായി. സ്വാഭാവികമായിട്ടും പിന്നെ അതിനുവേണ്ട നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടത് ധനമന്ത്രാലയത്തിൽ നിന്നാണ്. അതിനുള്ള ഫൈനാൻഷ്യൽ സാങ്ഷൻ, സാമ്പത്തിക അനുമതി ലഭിക്കണം. അതിനുവേണ്ടി ധനമന്ത്രാലയത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നു. ഇതല്ലേ 2024 നിങ്ങളുടെ കേന്ദ്ര സർക്കാർ കേരളത്തെ അറിയിച്ചിരിക്കുന്നത്?
എന്നിട്ട് കൃഷ്ണദാസ് ഇവിടെ ഈ 2026 പുതിയ ബജറ്റും കഴിഞ്ഞ് വന്നിട്ട് ഇരിക്കുമ്പോൾ പറയാണ് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഒന്നാ കടലാസുകൾ നന്നായിട്ട് വായിക്കൂ, എന്നിട്ട് നോക്കൂ. അത് വീണ ജോർജ് ഷെയർ ചെയ്തു എന്നുള്ളത് കൊണ്ട് കേരള സർക്കാരിന്റെ കത്തല്ല കൃഷ്ണദാസെ, നിങ്ങളുടെ കേന്ദ്ര സർക്കാരിന്റെ മന്ത്രാലയം അയച്ച കത്ത. അത് വീണ ജോർജ് അവരുടെ FB-യിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളൊക്കെ ഈ വ്യാജ പ്രസ്താവന നടത്തുന്നത് കൊണ്ട് നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി, നിങ്ങളെല്ലാം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അതല്ലേ അവർ ചെയ്തിരിക്കുന്നത്. അത് വായിച്ചു നോക്കിയാൽ കൃത്യമല്ലേ. നിങ്ങൾ കേരളത്തിന്റെ എയിംസിന് വേണ്ടി നോക്കിയിട്ടുള്ള സ്ഥലം, ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള പ്രപ്പോസ് ചെയ്തിട്ടുള്ള സ്ഥലം ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിന്റെ ഭാഗമായി കേരളത്തിന്റെ എയിംസ് ഇൻ പ്രിൻസിപ്പിൾ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അംഗീകരിച്ചിരിക്കുന്നു. ഇനി തുടർ നടപടിക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ധനമന്ത്രാലയത്തിന് കൊടുത്തിരിക്കുന്നു. ആ ധനമന്ത്രാലയത്തിന്റെ ആളാണ് നിർമ്മല സീതാരാമൻ. 2024 നിങ്ങളുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തന്ന കത്തിന് ശേഷം ആ നിർമ്മല സീതാരാമൻ ധനമന്ത്രാലയം, നിങ്ങളുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞ ധനമന്ത്രാലയം 2 ബജറ്റുകൾ അവതരിപ്പിച്ചു. 2025 ഫെബ്രുവരിയിലും അവതരിപ്പിച്ചു, 2026 ഫെബ്രുവരിയിലും അവതരിപ്പിച്ചു. എവിടെ എയിംസ്? ഇതല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ അതിനു പകരം കേരളീയരെ പൊട്ടം കളിപ്പിക്കാൻ നോക്കുന്നത് ആരാ? BJPയും BJPയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമല്ലേ. ഇത്രയും സുവ്യക്തമായ ഒരു ഫയൽ നിങ്ങളുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ അടുത്തിരിക്കെ കേരളത്തിൽ എയിംസിന് വേണ്ടി കോഴിക്കോട് ജില്ലയിലെ കിനാനൂർ പ്രപ്പോസ് ചെയ്യുകയും അത് നിങ്ങൾ ഇൻ പ്രിൻസിപ്പിൾ അംഗീകരിക്കുകയും ചെയ്തിരിക്കെ പിന്നെ എന്തിനാ നിങ്ങൾ തൃശ്ശൂർ വേണം, ആലപ്പുഴ വേണം, തിരുവനന്തപുരം വേണം, ഇവിടെ ഒന്നും നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പൊള്ളാച്ചിക്ക് കൊണ്ടുപോകും? എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? പിന്നെ എന്തിനാ സുരേഷ് ഗോപി പ്രസ്താവന നടത്തിയത്? എയിംസ് വരും ഡാഷ് മോനെ എന്നല്ലേ വിളിച്ചത്? എയിംസ് വരും ഡാഷ് മോനെ എന്ന് വിളിച്ചില്ലേ സുരേഷ് ഗോപി? ഇപ്പൊ കൃഷ്ണദാസ് പറയുന്നതാണ് BJPയുടെ നിലപാടെങ്കിൽ, കേന്ദ്ര സർക്കാരിന്റെ നിലപാടെങ്കിൽ, അന്ന് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പറയേണ്ടത് എന്താ? തൃശ്ശൂരും ആലപ്പുഴയും തിരുവനന്തപുരം ഒരു സ്ഥലവും ഇവർ പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഈ പിണറായി വിജയൻ ഗവൺമെന്റ് എവിടെ വേണമെന്ന് ഉറപ്പിച്ചു പറയുന്നില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് തരും? അങ്ങനെ ചോദിച്ചോ? അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹം സ്വയം അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറയുകയല്ലേ ചെയ്തത്. അപ്പൊ ഇതല്ലേ നമ്മുടെ മുന്നിലുള്ള വസ്തുത. അതുകൊണ്ട് ഗൗരവമായിട്ട് കാണേണ്ടത് ഒരു എയിംസ് മാത്രമൊന്നും അല്ലല്ലോ. ശരി ശരി.